എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്തതിന് നന്ദി. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഉടനെ ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വിഭവത്തിൻ്റെ പേരാണ് ചിക്കൻ കൊളംബോ. പേര് പോലെ തന്നെ വ്യത്യസ്തമായൊരു വിഭവമാണ്. ഒപ്പം തന്നെ വളരെ ആരോഗ്യത്തിന് ഔഷധ ഗുണം നൽകുന്നതുമാണ്. ഇതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെയാണ് നമ്മളെ ചേരുവകൾ. തക്കാളി 1/2 കപ്പ്, ഉണക്കമുളക് ഒരു 7 എണ്ണം, ഉള്ളി നമുക്ക് 50 ഗ്രാമാണ് വേണ്ടത്. അതിൽ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മല്ലി ഒരു 50 ഗ്രാം, തേങ്ങ പീരയാണ്, അത് പിഴിഞ്ഞെടുക്കുന്ന 2 കപ്പ് നമുക്ക് വേണം. മല്ലിയില കുറച്ച്, അതുപോലെ തന്നെ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളി 50 ഗ്രാമാണ്, 2 പ്രാവശ്യമായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ അത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമ്മുടെ വിഭവത്തിൻ്റെ മെയിനായിട്ട് നമ്മളിന്ന് ഉപയോഗിക്കുന്ന ചിക്കൻ, അതൊരു 500 ഗ്രാമാണ്. ഇതെല്ലാമാണ് നമ്മളുടെ ചേരുവകൾ. ഇനി നമുക്ക് നമ്മുടെ പാചകത്തിലേക്ക് കടക്കാം. നമ്മളതിനായിട്ട് ആദ്യം ഉപയോഗിക്കുന്നത് 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മളിതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മളെടുത്ത് വെച്ച ചേരുവകളിൽ നിന്ന് 3 ഐറ്റംസാണ് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി, അതാണിപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് നമ്മൾ ഇട്ടത് ആദ്യം. അതിനുശേഷം നമ്മൾ ഇടുന്നത് മല്ലിയാണ്. മല്ലി 50 ഗ്രാം മല്ലിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇത് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ മല്ലിയുടെ ഒരു വിഭവമാണിത്. അതുകൊണ്ട് മല്ലി 50 ഗ്രാം ഉണ്ട്. പിന്നെ 7 അല്ലി ഉണക്കമുളകും. നമ്മളിത് എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മൂത്ത് വരണം. എന്നുവെച്ചാൽ നമ്മളിത് മിക്സിയിൽ അടിച്ച് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കേണ്ടതാണ്. ഇപ്പം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വറുത്തെടുത്തത് ഇനി നമ്മൾ മിക്സിയിൽ അടിച്ചൊരു കുഴമ്പ് രൂപത്തിലാക്കി നമ്മളിപ്പോൾ മാറ്റി വെക്കും. അടുത്ത ഘട്ടത്തിൽ നമുക്ക് വേണ്ടത് കടുക്, വെളിച്ചെണ്ണ, അരിഞ്ഞു വെച്ച ഉള്ളി, വെള്ളം, ഇത്രയും ചേരുവകളാണ്. ഇതിനിപ്പോൾ എണ്ണ ഒഴിച്ച് ചൂടായി ഇരിക്കുന്ന ചട്ടിയിലേക്ക് നമ്മളിപ്പോൾ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. കടുക് നന്നായിട്ട് പൊട്ടണം. ഈ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇടാൻ പോകുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി. ആ ഉള്ളിയാണ് ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അതിലേക്ക് ഇടുന്നത്. ഈ ഉള്ളി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ട് ഇളക്കി ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. പകുതി വഴറ്റായി കഴിയുമ്പോൾ നമ്മളിനി അടുത്തായിട്ട് ഇതിലേക്ക് നമ്മളിനി തക്കാളി ഇടും. തക്കാളിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കും. തക്കാളി നമ്മൾ ഇടണം. തക്കാളി ഇട്ട് കഴിഞ്ഞ് തക്കാളി, ഉള്ളിയും കടുകും, ഈ 3 ഐറ്റംസും കൂടിയാണ് നമ്മൾ നന്നായിട്ട് ഇനിയിപ്പോൾ ഇളക്കി വഴറ്റിയെടുക്കും. നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മളതൊന്ന് ആവിയിൽ വേകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മൂടി വെക്കും. അതിനു മുമ്പ് നമ്മൾ ഉപ്പ് ഇടുകയാണ്. ഉപ്പ് ആവശ്യത്തിന് ഇടണം, സൂക്ഷിക്കണം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അല്പസമയം ആവിയിൽ വേകാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെക്കും. അത് നമ്മളിപ്പോൾ മൂടി വെച്ച് വയ്ക്കും. സമയം മൂടി വെച്ച പാത്രം തുറന്നു നോക്കാം. ഇപ്പോൾ ഏതാണ്ട് ഉള്ളിയും തക്കാളിയും നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഇപ്പോൾ അല്പം വെള്ളം ഒഴിച്ചു. നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇനി നമ്മളിതിലേക്ക് ചിക്കനാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ അതിൽ കിടന്ന് വേകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നത്. അത് നമ്മളിപ്പോൾ ചിക്കൻ അതിലേക്ക് നമ്മൾ ഇടണം. കുറച്ച്
ചിക്കൻ ഈ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വേകണം. നമ്മുടെ തക്കാളിയുടെ പുളിയും എല്ലാം ഈ മാംസത്തിൽ പിടിക്കേണ്ടത് ആവശ്യമാണ്. അതിനാൽ നന്നായിട്ട് വേകണം ചിക്കൻ ഈ ചേരുവകളിൽ കിടന്നിട്ട്. അതുപോലെ നമ്മളിനിപ്പോൾ അടുത്തായിട്ട് ഈ ചിക്കന് ആവശ്യമായ ഉപ്പ്, നമ്മൾ നേരത്തെ ഉപ്പിട്ടതാണ്. ഇനി നമ്മൾ ഉപ്പിടുമ്പോൾ ചിക്കന് ആവശ്യമായ ഉപ്പ് മാത്രം ഇടുക. അതെ, നമ്മളിപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഒന്ന് വേകാൻ വേണ്ടിയിട്ട്, ആവിയിൽ വേകാൻ വേണ്ടിയിട്ട് നമ്മളിനി മൂടി വെക്കാൻ പോവുക. ഇപ്പോൾ നമ്മളൊരു 10 മിനിറ്റിന് ശേഷമാണ് നമ്മളിപ്പോൾ തുറക്കുന്നത്. 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഗ്രേവി ആയിട്ടൊന്നും കൂടി നമ്മൾ ചിക്കൻ്റെ പീസിനെ ഒന്ന് മിക്സ് ചെയ്യുന്നതാണ്. ശരിക്കൊന്ന് ഇളക്കി കൂട്ടിയിട്ട് നമ്മളിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടണേന്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്നും കൂടി നമ്മളിത് മൂടി വെക്കും. ഇത് ചിക്കൻ ഇതിൽ ഈ ഗ്രേവിയിൽ കിടന്ന് വേകുന്ന അത്ര സമയം നമ്മളിപ്പോൾ മൂടി വെക്കാൻ പോണേന് ഒന്നും കൂടി. അതെ, ഇപ്പോൾ നമുക്കിപ്പോൾ കാണാവുന്ന പോലെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ മല്ലിയും ഉണക്കമുളകും ഉള്ളിയും കൂടി നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരുന്ന ആ അരപ്പാണ് ഇപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി ഓരോ പീസിലും നന്നായിട്ട് ആ ഗ്രേവി പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് നമ്മൾ ഇളക്കി കൂട്ടണം. ഈ വിഭവത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മല്ലി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഏറ്റവും ഒരു പ്രയോജനപ്രദമായ ഒരു വിഭവമാണ്. ഇത് ഈ മല്ലി എന്ന് വെച്ചാൽ നമുക്ക് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി നൽകുന്ന ഒരു ഔഷധ ഗുണമുള്ള ഒന്നാണ്. അതുപോലെ നമുക്ക് വയറിൻ്റെ ദഹനം, അസിഡിറ്റി, ഗ്യാസ്, കൊളസ്ട്രോള്, പ്രമേഹം, കരളിൻ്റെ വിഷയങ്ങളെല്ലാത്തിനും പ്രയോജനപ്രദമായ ഒന്നാണ് മല്ലി. നന്നായിട്ട് ആ അരപ്പിൽ കിടന്ന് ചിക്കൻ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മൂടി വെക്കാം ഒന്ന്. അതിപ്പോൾ 10 മിനിറ്റായി നമ്മൾ മൂടി വെച്ചിട്ട്. തുറന്നു കഴിഞ്ഞപ്പോഴേക്കും 10 മിനിറ്റ് സമയം. ഇപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാൽ. നമ്മൾ മുഴുവനിപ്പോൾ ഒഴിച്ചിട്ടില്ല. നമ്മളത് ചാറ് എത്രത്തോളം വേണോ അതനുസരിച്ച് നമ്മളത് ഒഴിച്ചാൽ മതി. നമ്മൾ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതിപ്പോൾ തന്നെ ഏതാണ്ട് നല്ലൊരു മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ വിഭവം നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ലത് ചപ്പാത്തി, അതുപോലെ വെള്ളയപ്പം, ഇങ്ങനെയുള്ള ഐറ്റംസുമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഈ വിഭവം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മല്ലിയില, അരിഞ്ഞു വെച്ചിരുന്ന ആ മല്ലിയില നമ്മളിനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണേണ്. നമ്മളിപ്പോൾ ഈ മല്ലിയില ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമുക്കത് ഉപയോഗിച്ച് തുടങ്ങാം. ചിക്കൻ കൊളംബു എന്ന ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അതുപോലെ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വിഭവത്തെക്കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്തൊരു നല്ലൊരു വിഭവമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.